Hi, this is Reshma Prijan with Inspiring Depot. നൈലിന്റെ ദാനമെന്ന് ഹെറോഡോട്ടസ് വിശേഷിപ്പിച്ച ഈജിപ്ത്. ഈജിപ്തിലുടലെടുത്ത ഫറവോമാരും മമ്മിയും പിരമിഡും സ്ഫിങ്സും അങ്ങനെ ഒരു അത്ഭുത ലോകത്തേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഈജിപ്ഷ്യൻ സംസ്കാരം. ഏതൊരു സംസ്കാരവും ഉടലെടുക്കുന്നത് ഏതെങ്കിലും ഒരു നദീതീരം കേന്ദ്രീകരിച്ചിട്ടായിരിക്കും അല്ലെ? അപ്പൊ ഇതുപോലെ തന്നെ ഇവിടെ നൈൽ എന്ന് പറയുന്ന നദിയുടെ തീരം കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപപ്പെട്ട ഒരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസ് ഈ സംസ്കാരത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ വിശേഷിപ്പിക്കുന്നത് എന്തായിട്ടാണ്? നൈലിന്റെ ദാനമാണെന്നാണ്. നൈലിന്റെ ദാനമാണ് ഈജിപ്ത് എന്നാണ് ഈ ഒരു സംസ്കാരത്തെക്കുറിച്ച് ചരിത്രകാരനായ ഹെറോഡോട്ടസ് അടയാളപ്പെടുത്തുന്നത്. അതുപോലെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. നമ്മൾ ഏതൊരു സംസ്കാരം എടുത്തു കഴിഞ്ഞാലും ആ സംസ്കാരത്തിന്റെ അടിത്തറ, നട്ടെല്ല് എന്ന് പറയുന്നത് കൃഷിയാണ്. ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയാണ്. അത് തന്നെയാണ് ഇവിടെയും. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ നട്ടെല്ല്, അടിത്തറ എന്നറിയപ്പെടുന്നത് എന്താണ്? കൃഷിയാണ്. ഇതല്ലാതെ മറ്റേതെങ്കിലും തൊഴിലുകളിൽ അവിടെയുള്ള ജനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവർക്ക് നെയ്ത്ത് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതുപോലെ സ്ഫടിക പാത്രങ്ങളുടെ നിർമ്മാണം. അധികം എവിടെയും ഒരു സംസ്കാരത്തിലും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഈ സ്ഫടിക നിർമ്മിതി. അപ്പൊ ആ സ്ഫടിക പാത്ര നിർമ്മാണത്തിൽ അല്ലെങ്കിൽ സ്ഫടിക നിർമ്മാണത്തിലും കൂടി അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവരുടെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈയിടെ 2021 ഒരു നഗരം, ആ നഗരത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി. ഈജിപ്തിൽ കണ്ടെത്തിയ ഏകദേശം 3000 വർഷം പഴക്കമുള്ള ഒരു നഗരം. ആ നഗരത്തിന്റെ പേരാണ് ആറ്റൻ. മറ്റൊരു പേരിലും കൂടി ഒരു നഗരം അറിയപ്പെടുന്നുണ്ട്. ദി ലോസ്റ്റ് ഗോൾഡ് സിറ്റി എന്നാണ് ഈ നഗരത്തിന്റെ പേര്. ദി ലോസ്റ്റ് ഗോൾഡ് സിറ്റി. ഈജിപ്ഷ്യൻസിന് അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരുന്നു. അതായത് അവർക്ക് ത്രികോണത്തിന്റെയും ചതുരത്തിന്റെയും ഒക്കെ വിസ്തീർണം കണക്കാക്കാൻ അറിയാമായിരുന്നു അല്ലെ? ഇപ്പൊ ഗണിതത്തിന്റെ പിന്നെ എന്താണ് വിസ്തീർണം കാണുക, ദശാംശ സമ്പ്രദായം, അതിലൊക്കെ അറിവുള്ളവരായിരുന്നു ഈജിപ്ഷ്യൻസ് എന്ന് പറയുന്നത്. ദശാംശ സമ്പ്രദായം മാത്രമല്ല, ആ സമ്പ്രദായത്തിൽ രണ്ട് സംഖ്യകളുടെ ഗുണനം കണ്ടുപിടിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അല്ലെ? അപ്പോൾ ഗുണിച്ചിട്ട് കിട്ടുന്നത് എന്താണോ ആ ഫലത്തിൽ നമ്മൾ ദശാംശം എവിടെ ചേർക്കുന്നു, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായ അറിവുള്ള, ജ്ഞാനമുള്ള ആൾക്കാരായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ ഈജിപ്ഷ്യൻ ജനത എന്ന് പറയുന്നത്. അപ്പോൾ ത്രികോണത്തിന്റെയും ചതുരത്തിന്റെയും വിസ്തീർണം കണക്കാക്കാൻ അവർക്കറിയാം. ദശാംശ സമ്പ്രദായവും അറിയാം. അത് എങ്ങനെയാണ് സംഖ്യകൾ ഗുണിക്കേണ്ടതെന്നും അറിയാം. വേറൊന്നാണ് അവർ ഉപയോഗിച്ചിരുന്ന കലണ്ടർ. ആ കലണ്ടർ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറുമായിട്ട് വളരെയധികം സാമ്യതയുള്ളതൊന്നാണ്. അപ്പൊ അതറിയപ്പെടുന്നത് സൗരപഞ്ചാംഗം അല്ലെങ്കിൽ സൂര്യ പഞ്ചാംഗം എന്നാണ്. നമുക്കറിയാം അല്ലെ? നമുക്ക് എത്ര ദിവസം ചേർന്നിട്ടാ ഒരു മാസം ഉണ്ടാവുന്നത്? 30 ദിവസം. ഏകദേശം നമ്മൾ ആ ഒരു കണക്കാണല്ലോ എടുക്കുന്നത്. 30 ദിവസം ചേർന്നിട്ടാണ് ഒരു മാസം ഉണ്ടാവുന്നത്. ഇവിടെ അതുപോലെ ഒരു മാസം എന്ന് പറയുന്നത് 30 ദിവസങ്ങളാണ്. അങ്ങനെ ഏകദേശം 12 മാസങ്ങളാവുമ്പോഴോ 360 ദിവസങ്ങൾ ഉണ്ടാവും അല്ലെ? ഈ 360 ദിവസങ്ങളും കഴിഞ്ഞ് ഒരു 5 ദിവസം കൂടി എക്സ്ട്രാ കിട്ടും. അപ്പൊ ഇതൊക്കെ ചേർന്നിട്ടാണ് അവരുടെ ഒരു വർഷം ആവുന്നത്. അതായത് 365 ദിവസമാണ് ഒരു വർഷം. അതില് ഈ 12 മാസങ്ങള്, അതായത് 360 ദിവസങ്ങൾ അവരെന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ള പ്രവർത്തനങ്ങൾ, അതായത് കൃഷിയോ കൈത്തൊഴിലോ അങ്ങനെ അധ്വാനിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ബാക്കിയുള്ള ആ വർഷം തീരാറാവുമ്പോഴുള്ള 5 ദിവസങ്ങൾ അല്ലെ, 12 മാസം കഴിഞ്ഞിട്ടുള്ള 5 ദിവസങ്ങൾ അവര് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും. അങ്ങനെയുള്ള ഒരു സൗര പഞ്ചാംഗം എന്ന് പറയുന്ന കലണ്ടർ അവര് ഉപയോഗിച്ചിരുന്നു. മറ്റൊന്ന് സമയം. സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് 2 തരത്തിലുള്ള ഘടികാരങ്ങളാണ് ഉപയോഗിച്ചത്. ഒന്ന് സൂര്യ ഘടികാരം അല്ലെങ്കിൽ സൗര ഘടികാരം എന്ന് പറയും. ഇപ്പോഴും ചില ആൾക്കാർ ആ ഒരു സമ്പ്രദായം അതുപോലെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ നിഴൽ എവിടെയാണുള്ളത്, അത് എത്ര നീളത്തിലാണുള്ളത്, അപ്പൊ നിഴലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ നമ്മൾ
സമയം കണ്ടെത്തുന്നുണ്ട്. പണ്ടുള്ളവർക്കൊക്കെ ആ ഒരു കഴിവുണ്ട്. അപ്പൊ അതുപോലെ നിഴലിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ ഒന്നാണ് ഈ സൗരഘടികാരം എന്ന് പറയുന്നത്. അതേസമയം ജലപ്രവാഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മറ്റൊരു ഘടികാരം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ജലഘടികാരം. അപ്പോൾ സൗരഘടികാരവും ജലഘടികാരവുമാണ് അവരെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്? സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഈ ഒരു സാമ്രാജ്യത്തിന്റെ, അതായത് പുരാതന ഈജിപ്തിന്റെ സാമ്രാജ്യ സ്ഥാപകനാരായിരുന്നു? മെനസ് ആയിരുന്നു. മെനസ് എന്നാണ് പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സ്ഥാപകൻ അറിയപ്പെട്ടത്. ഏതാണ്? മെനസ്. അതുപോലെ ഇവിടെയുള്ള രാജാക്കന്മാര്, പുരാതന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറോവ എന്നുള്ള പേരിലായിരുന്നു. ഈ ഫറോവ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ എന്നാണ്. മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ. അങ്ങനെ നമുക്ക് കുറച്ച് ഫറോവമാരെ പരിചയപ്പെടാം. അതിലൊന്ന് വലിയ യോദ്ധാവ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ഫറോവ. അതാണ് തുത്തുമോസ് ഒന്നാമൻ. തുത്തുമോസ് ഒന്നാമനാണ് വലിയ യോദ്ധാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഫറോവയാണ് തുത്തുമോസ് മൂന്നാമൻ. തുത്തുമോസ് മൂന്നാമൻ അറിയപ്പെടുന്നത് എന്താണ്? ഈജിപ്തിലെ നെപ്പോളിയൻ. ഇതുപോലെ കേരളത്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവുണ്ട്. അപ്പൊ അതേതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. വേറൊന്ന് നമ്മുടെ അക്നാട്ടൻ എന്നുള്ള വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ഫറോവ. അതാണ് അയൻ ഹോട്ടപ്പ് നാലാമൻ. അയൻ ഹോട്ടപ്പ് നാലാമൻ അല്ലെ? ഇത് രണ്ടും തമ്മിലൊരു ബന്ധം തോന്നില്ലേ? അക്നാട്ടനും അയൻ ഹോട്ടപ്പ് നാലാമനും. അപ്പം ഇദ്ദേഹത്തിന് പ്രത്യേകത വെച്ചാല് ഇദ്ദേഹം ഏകദൈവ വിശ്വാസിയായിരുന്നു. ഒരേ ഒരു ദൈവത്തിൽ മാത്രമേ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ദൈവമാണ് അറ്റൺ. അറ്റൺ എന്ന് പറയുന്ന ഏകദൈവത്തിൽ മാത്രം വിശ്വസിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം അക്നാട്ടൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അക്നാട്ടൻ. ഓക്കെ. അയൻ ഹോട്ടപ്പ് നാലാമൻ. ഇനി വേറൊരു വ്യക്തി എന്ന് പറയുന്നത് ഈജിപ്തിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതാ ഭരണാധികാരി എന്നറിയപ്പെട്ട ഫറോവയാണ്. ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി. അതാണ് ഹാത്ത്-ഷേപ്പ്-സൂത്ത്. അതുപോലെ നമുക്ക് എന്താ പറയുക, ഈജിപ്ഷ്യൻ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേരാണ് തൂത്തൻഖാമൻ. അപ്പോൾ തൂത്തൻഖാമൻ എന്ന് പറയുന്നത് 18ാം വംശത്തിൽ ജീവിച്ചിരുന്ന രാജാവാണ്. അതായത് 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രാജാവായിരുന്നു, ഫറോവയായിരുന്നു തൂത്തൻഖാമൻ. അപ്പൊ 14ാം നൂറ്റാണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ പ്രാചീന കവിത്രയം അല്ലെ, കേരളത്തിൽ പ്രാചീന കവിത്രയത്തിന്റെ കാലഘട്ടമാണ്. അപ്പൊ ആ ഒരു കാലത്ത്, നമ്മുടെ പ്രാചീന കവിത്രയത്തിന് തൊട്ട് മുന്നേയുള്ള ഒരു കാലഘട്ടം, അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഈജിപ്തിൽ ഉണ്ടായിരുന്ന 18ാം വംശത്തിലെ രാജാവായിരുന്ന വ്യക്തിയാണ് ആര്? തൂത്തൻഖാമൻ എന്ന് പറയുന്നത്. പുരാതന ഈജിപ്തില് തെക്ക് ഭാഗത്തായിട്ട് നിലനിന്നിരുന്ന ഒരുപാട് നഗരങ്ങൾ ഉണ്ടായിരുന്നു. ആ നഗരങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത്, അവിടെ നിലനിന്നിരുന്ന സംസ്കാരം എന്ന് പറയുന്നത് ബദേറിയൻ സംസ്കാരമായിരുന്നു. അപ്പൊ എവിടെയാണ്? പുരാതന ഈജിപ്തിന്റെ തെക്ക് ഭാഗത്ത് നിലനിന്നിരുന്ന സംസ്കാരങ്ങളിൽ ഏറ്റവും വലിയ സംസ്കാരമാണ് ഇത്, ബദേറിയൻ സംസ്കാരം. ഇനി നമുക്ക് ഫറോവമാരിലേക്ക് തന്നെ തിരിച്ചു വരാം. ഫറോവമാര് അടക്കം ചെയ്തിരുന്നത് വലിയ കരിങ്കല്ല് കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ പിരമിഡുകൾക്കുള്ളിലായിട്ടായിരുന്നു. ആ പിരമിഡുകൾ, അതായത് അതറിയപ്പെടുന്നത് ഫറോവമാരുടെ ശവകുടീരങ്ങൾ എന്ന് തന്നെയാണ്. അപ്പം അവര് മരിക്കുന്നതിന് മുന്നേ തന്നെ അവരെന്ത് ചെയ്യും? ആ പിരമിഡുകളുടെ നിർമ്മാണം തുടങ്ങും. അപ്പം അതിനുശേഷം അവരെ അടക്കുന്നത്, അവരെ മാത്രമല്ല അവർക്ക് സമ്പത്തായിട്ടുള്ള ആഭരണങ്ങള്, മറ്റു നിധികള് ഒക്കെ ഇതിന്റെ കൂടെ തന്നെ, അവരുടെ കൂടെ തന്നെ ഈ പിരമിഡിൽ അടക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള പിരമിഡുകളുടെ കൂട്ടത്തില് മഹത്തായ പിരമിഡ് എന്നറിയപ്പെടുന്ന ഒരു പിരമിഡ് ഉണ്ടായിരുന്നു. സപ്താത്ഭുതങ്ങളിൽ ഒന്നായ ഒരു പിരമിഡ്. ഈ പിരമിഡാണ് ഗിസ പിരമിഡ്. ഗിസ പിരമിഡ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡാണ്. അത് മഹത്തായതാണ്, സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ്. ഈ ഒരു പിരമിഡ് സ്ഥാപിക്കുന്നത് ഖുഫു എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു പിരമിഡാണ് ഇത്,
ഈ ഗിസ എന്ന് പറയുന്ന പിരമിഡ്. അതുപോലെ ഇതിൽ നിന്ന് ആഭരണങ്ങളും നിധികളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈജിപ്ത് അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് ഈ പിരമിഡും മമ്മിയും, അല്ലെ? അപ്പോൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന ഒരു അടയാളം അല്ലെങ്കിൽ ഒരു ചിഹ്നം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഗിസ പിരമിഡിനെ അടയാളപ്പെടുത്തുന്നത്. മമ്മി മമ്മി എന്ന് പറയുന്നത് ഈ പിരമിഡിന്റെ ഉള്ളില് അവര് മൃതദേഹങ്ങളെ വർഷങ്ങളോളം കേടുകൂടാതെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അറിയുന്ന ചില പച്ചില മരുന്നുകളും രാസവസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു, അതുപോലെ പൊതിഞ്ഞ് കെട്ടിയിട്ടൊക്കെ ആയിരുന്നു മമ്മികളെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഫറവോമാരുടെ അല്ലെങ്കിൽ ഫറോവമാരുടെ മൃതദേഹങ്ങൾ, ആ എന്താണ് കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന ആ മൃതദേഹങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മമ്മികൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു മൃതദേഹം എന്ന് പറയുന്നത് തൂത്തൻഖാമന്റെ മൃതദേഹമാണ്. മമ്മികൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഭൂരിഭാഗം ചിത്രങ്ങളിലും ഉണ്ടാവുന്ന മമ്മി തൂത്തൻഖാമനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു ചരിത്രകാരൻ, പുരാവസ്തു ഗവേഷകൻ ഹൊവാർഡ് കാർട്ടർ എന്ന് പറയുന്ന പുരാവസ്തു ഗവേഷകൻ അദ്ദേഹത്തിന്റെ മമ്മി തേടി ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പിരമിഡിലേക്ക് കയറുകയും അങ്ങനെ കുറച്ച് അസാധാരണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ പത്രങ്ങളിലൊക്കെ വന്ന കാര്യമായിരുന്നു ഇത്. ഈ ഡയറി കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഡിറ്റോറിയൽ കോളങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൂത്തൻഖാമന്റെ മമ്മി തേടി യാത്ര തിരിച്ച ആ ഒരു പുരാവസ്തു ഗവേഷകൻ ആരായിരുന്നു? ഹൊവാർഡ് കാർട്ടർ. ഇനി വേറൊന്നാണ് സ്ഫിങ്സ്. ഇത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ മാത്രം പ്രത്യേകതകളിൽ ഒന്നാണ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ അല്ലെ, ഏതാണ്? പിരമിഡുകൾ, മമ്മി, അതുപോലെ സ്ഫിങ്സ് എന്ന് പറയുന്നത്. സ്ഫിങ്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം പ്രതിമയാണ്. ഈ പ്രതിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ തലഭാഗം എന്ന് പറയുന്നത് മനുഷ്യ സ്ത്രീയുടേതാണ്. ഒരു മനുഷ്യന്റെ, ഒരു സ്ത്രീയുടെ തലയും അതുപോലെ സിംഹത്തിന്റെ ഉടലും ചേർന്നിട്ടുള്ള ഒരു രൂപം. അതാണ് ആ ഒരു വലിയൊരു പ്രതിമയാണ് സ്ഫിങ്സ് എന്ന് പറയുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ വേറിട്ട ഒരു ചിത്രമാണ് സ്ഫിങ്സ് എന്ന് പറയുന്നത്. വേറൊന്നാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. അപ്പൊ ഈ ഒരു ലിപി എന്ന് പറയുന്നത്, ഇതറിയപ്പെടുന്ന ഈ ഒരു പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിശുദ്ധമായ എഴുത്ത് എന്നാണ്. വിശുദ്ധ എഴുത്ത്, പുണ്യലിപി എന്നൊക്കെ അറിയപ്പെടുന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. അപ്പം ഈജിപ്ഷ്യൻ സംസ്കാരം അവരുപയോഗിച്ചിരുന്ന ലിപി ഏതായിരുന്നു? ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്, അല്ലെ? അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ചിത്രലിപി ആരാണ് ഉപയോഗിച്ചിരുന്നത്? നമ്മുടെ ചൈനീസ് സംസ്കാരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ ഹാരപ്പൻ സംസ്കാരത്തിൽ. അപ്പൊ ഈ ഒരു ലിപിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചിഹ്ന രൂപമുണ്ട്, അക്ഷര രൂപമുണ്ട്. അപ്പൊ ചിഹ്നങ്ങളും അക്ഷരങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ടുണ്ടാക്കിയ ഒരു ലിപിയാണ്. ഈ ലിപി വായിക്കുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗം ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ലൈൻ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? വലതു ഭാഗത്ത് നിന്ന് ഇടത്തോട്ടേക്ക്. രണ്ടാമത്തെ ലൈൻ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക്. അപ്പൊ ഇതിലൊരു വ്യത്യസ്തത ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ അറബിക്കൊക്കെ എഴുതുന്നത് പോലെ വലത്ത് നിന്ന് ഇടത്തോട്ടേക്കാണ് ഇവിടെ എഴുതുന്നത്, ഈ ലിപി എഴുതുന്നത്. വായിക്കേണ്ടത് ആ രീതിയിലാണ്, വലത്തു നിന്ന് ഇടത്തോട്ടേക്ക്. അതുപോലെ ഈ ഒരു ലിപി എഴുതാൻ ഉപയോഗിച്ചിരുന്നത് പാപ്പിറസ് എന്ന് പറയുന്ന ചെടിയുടെ ഇലയും തണ്ടുമായിരുന്നു. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ലിപി എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇത് കണ്ടെത്തിയത്, ആദ്യമായിട്ട് ഈ ഒരു ലിപിയെ കണ്ടെത്തുന്നത് ഷംപോലിയോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പണ്ഡിതനാണ്. അതും നെപ്പോളിയന്റെ കാലത്ത് നെപ്പോളിയൻ ഈജിപ്തിനെ ആക്രമിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇത് കണ്ടെത്തിയത്. അപ്പൊ ഷംപോലിയോ ജീവിച്ചിരുന്നത് 1790 മുതൽ 1832 വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈജിപ്തിനെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ആക്രമിക്കുന്ന വേളയിൽ ഈ ഒരു ഫ്രഞ്ച് പണ്ഡിതൻ, അതായത് ഷംപോലിയോ, ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നദീമുഖത്ത് വെച്ച്, നൈൽ നദിയുടെ മുഖത്ത് വെച്ചിട്ട് എന്ത് കിട്ടി? അവിടെ ഒരു പ്രത്യേകതരം ശില കിടക്കുന്നത് അദ്ദേഹം കണ്ടു. അപ്പോൾ എന്തൊക്കെയോ എഴുതപ്പെട്ട ഒരു ശില. ആ ഒരു ശിലയാണ് റോസറ്റ എന്ന് പറയുന്ന ശില. ഈ റോസറ്റ എന്ന് പറയുന്ന ശിലയിൽ എഴുതപ്പെട്ട ആ ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. അങ്ങനെയാണ് ഈ ഒരു ലിപിയെ കണ്ടെത്തുന്നത്. ഷംപോലിയോ പിന്നീട് ഒരുപാട് പരിശ്രമിച്ചു. അങ്ങനെ കുറേ നാൾ നീണ്ട ഒടുവിൽ ഈ ഒരു ലിപി വായിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചിട്ട് അറിവുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക.
കമൻറ്റ് ബോക്സിൽ ഇടുക. കാരണം മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരപ്രദമാവും. പിന്നെ നമ്മൾ സിന്ധു നദീതട സംസ്കാരത്തിൽ പല പല കേന്ദ്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അത്രത്തോളം ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമുക്ക് ഇനിയുള്ള സംസ്കാരങ്ങളിലില്ല. ഈജിപ്ഷ്യൻ ആയാലും മെസ്സപ്പൊട്ടോമിയൻ, ചൈനീസ്, അപ്പോൾ ഈ സംസ്കാരങ്ങൾ ഇത്രത്തോളം ഒന്നും പഠിക്കാനില്ല. വെറും വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുത്തത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.